ബാധിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മുസ്ലിം യുവാക്കൾ തന്നെ രംഗത്ത് വരുന്നത്. ഇവന്മാരൊക്കെ എന്ത് കിഴങ്ങന്മാരാണടേ. എന്നോട് എത്രയോ മുസ്ലിം യുവാക്കളും യുവതികളും വീട്ടമ്മമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതിൽ വളരെയധികം ശരികളുണ്ട്. ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കൊല്ലാൻ വന്ന ഒരു സ്ത്രീക്കെതിരെ ഒരു FIR ഇട്ടിട്ടുണ്ടായിരുന്നു. മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലാണ്. എനിക്കിപ്പോൾ അവിടെ ഉള്ള 3 പേര് മുസ്ലിങ്ങളാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയുന്നതിൽ ഒരുപാട് വസ്തുതകളുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വീഡിയോകൾ കാണാറുണ്ട്, ജനാധിപത്യ രാജ്യമല്ലേ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, അത് ഖുർആനിൻ്റെ ഇൻഡെക്സ് അടക്കമാണ്. എതിരാളികൾ മറുപടിയുമായി വരട്ടെ. ഒരു ഹാജി കൂടിയായിരുന്നു എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്, എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ശരി, നിങ്ങൾ പറയണത് തെറ്റാണെങ്കിൽ അത് സ്ഥാപിക്കാൻ അവർക്ക് 100 അവസരങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് അവർ വന്നിരിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്നവർ സമ്മതിക്കട്ടെ. അപ്പോൾ ഞാൻ ചില ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, പരിഭാഷയിൽ എന്തെങ്കിലും വന്ന പ്രശ്നങ്ങളായിരിക്കുമോ? ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളെ പരിഭാഷകൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞില്ലേ കാര്യം? ആ പരിഭാഷകളെ നിങ്ങൾ തള്ളിക്കളയാൻ ശ്രമിക്കേ. ഹദീസുകൾക്ക് പ്രശ്നമുണ്ട്, ശരി, ഹദീസുകളെ തള്ളിക്കളയാൻ ശ്രമിക്കേ. അല്ലാതെ അതും വേണം ഇതും വേണമെന്ന് വിചാരിച്ചാൽ നടക്കൂ. കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കേസാണ്. ഇവർ പറയുന്നത് എന്തുമാത്രം വിഡ്ഢിത്തങ്ങളാണെന്നറിയാം. ജൂതന്മാരുണ്ടാക്കിയത് കൊല്ലത്ത് വെച്ചിട്ടാണ് ചിങ്ങംകന്നി ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കൊല്ലവർഷമായത്. ഈ വിവരക്കേടുകൾ പറയാനാണോ ഇവനൊക്കെ വാതുറക്കുന്നത്? തിന്നാനും വിവരക്കേടുകൾ പോവാനും വേണ്ടി മാത്രം. കുംഭം, മീനം, മേടം, വൃശ്ചികം, ധനു, മകരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന മലയാള മാസങ്ങൾ അതിന് ജന്മം കൊടുത്തത് കൊല്ലത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് കൊല്ലവർഷം എന്നതിന് പറയുന്നത്. ഉറപ്പിച്ച പിന്നെ എഗ്ഗിനിടുന്ന് പറഞ്ഞ് കൈ കൊടുത്തതിനാ? എഗ് എന്ന് പറഞ്ഞ മുട്ട. അപ്പൊ എഗ്ഗിടെ കല്യാണമാകും. വെഡിങ് അല്ലേ കല്യാണം? ഞാൻ വിചാരിച്ചു വല്ല ഓംലെറ്റും വേണം ചോദിച്ചു. എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഈ മതം പരിഹസിക്കപ്പെടാതിരിക്കുന്നത്? കൊല്ലത്ത് വെച്ചിട്ടാണ് ഈ മതം ഉണ്ടാക്കി. ഇവര് വിവരക്കേടും വിഡ്ഢിത്തങ്ങളും വഷളത്തരങ്ങളും പറയാൻ വേണ്ടി മാത്രമാണ് ഇവനൊക്കെ വാതുറക്കുന്നത് തന്നെ. അടുത്തൊരെണ്ണം കേട്ടോ. നമ്മളെ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് അവിടെ പറഞ്ഞിട്ട് ഞാൻ പോകും തീരുമാനിച്ചിട്ട് വന്നാണ് ഞാൻ. എവിടെ നമ്മളിപ്പോ ചെന്നാലും നമ്മളെ എന്താണ് മുസ്ലിം പെൺകുട്ടികളുടെ സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് രാവിലെ 8 മണി 9 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയാല് സകല പെൺകുട്ടികളും പാന്റും കൂപ്പായിട്ട് നടക്കുക. എങ്ങനെ സഹോദരങ്ങളെ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മളെ പെരീന്ന് എങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഇറങ്ങുക? നിങ്ങൾ എന്താ ചെയ്യാ? അള്ളാന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? അർറജുല യൽബിസു ലുബ്സത്തൽ മർഅതി വൽ മർഅതു തൽബിസു ലുബ്സത്തർ റജുൽ. ആണിന്റെ വസ്ത്രം ധരിച്ച പുരുഷനെയും പുരുഷന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും, ആണിന്റെ വസ്ത്രം ധരിച്ച പെണ്ണിനെയും പെണ്ണിന്റെ വസ്ത്രം ധരിച്ച ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ടെന്നാണ്. നോക്കി ആ പാന്റ് ഇട്ടു. അല്ല, എന്നാ പിന്നെ പടച്ചോന് പർദ്ദക്കകത്ത് അങ്ങ് ഇട്ടാ പോരായിരുന്നു? ആൺകുട്ടികൾ ജനിക്കുമ്പോൾ കന്തൂറ ഇട്ടിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പടച്ചോൻ വിചാരിച്ച ഇതൊക്കെ വരില്ലേ? ശുക്ല മഴയുണ്ടാക്കാൻ പറ്റുന്ന പടച്ചോൻ ഇതൊക്കെ എന്തേ വലിയ ബുദ്ധിമുട്ടാണോ? പർദ്ദയും മക്കനെയും ഇട്ട് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ജനിപ്പിച്ചാ പോരെ? എന്തിനേറെ പറയുന്നത്, ലിംഗാഗ്ര ചർമ്മം പോലും ഛേദിക്കാൻ പടച്ചോന് സമയം ഉണ്ടായിരുന്നില്ല. അരിമണിയിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയൊന്നും അല്ലല്ലോ. അരിയിൽ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു പടച്ചോൻ. ഒരു കുപ്പായി ഒരു പാന്റ് ഇട്ട് അതെങ്ങനെ നല്ല മഫ്തട്ട് ഉണ്ടാവും, നല്ല പർദ്ദീക്കിടുന്ന നല്ല മഫ്തട്ട് ഉണ്ടാവും. പക്ഷെ താഴത്ത് പാന്റും കുപ്പായി അയക്കാരൻ. അതെന്ത് ദീനാ സഹോദരങ്ങളെ? ആ തലമറച്ചത് എന്തുകൊണ്ടാണ്? അല്ല കാക്ക, ജൂതന്റെ ഈ മീഡിയൊക്കെ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഹറാമല്ലേ? അല്ലേ? ഫോട്ടോ, വീഡിയോ, ഇന്റർനെറ്റ്, വാട്സാപ്പ്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പറ്റുവാ? ജൂതനെ തെറി പറഞ്ഞ് അക്ബറണ്ണൻ മോന്റെ നിക്കാഹ് വരെ ഓൺലൈൻ വഴിയാണ് നടത്തിയത്. എന്തിനാണ് കാക്ക? നിങ്ങളിടുന്ന ഷർട്ടിന്റെ ബട്ടൺസ് വരെ ജൂതൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് ജൂതൻ ഉണ്ടാക്കിയ സംസ്കാരത്തെയും ജൂതൻ ഉണ്ടാക്കിയ വേഷത്തെയും ഒക്കെ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാണ് കാക്ക തിന്ന ചോറിന് നിങ്ങൾ നന്ദി കാണിക്കുക? ഈ പാന്റും ഷർട്ടും തല മറയ്ക്കാത്താണോ നിങ്ങളുടെ പ്രശ്നം? അതോ തല മറച്ചിട്ട് പാന്റും ഷർട്ടും ഇടുന്നതാണോ പ്രശ്നം? ചോദിക്കട്ടെ കാക്ക.
നിങ്ങൾ ഇട്ടിരിക്കുന്ന ജീൻസ് ഉണ്ടല്ലോ, നബിയുടെ കാലത്തുണ്ടായിരുന്നോ? നബിയുടെ വേഷത്തെക്കുറിച്ച് സ്പഷ്ടമായ രൂപത്തിൽ ഒരു ഹദീസെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സുന്നികൾ ഇതാ പൊറോട്ട കെട്ടിക്കൊണ്ട് നടക്കുന്നു. മുജാഹിദുകാര് മുഴുക്ക ചരച്ച്, മൂക്കിന്റെ താഴെ മുഴുക്ക ചരച്ചിട്ട് മീശ മാത്രം വടിച്ചുകൊണ്ട് നടക്കുന്നു. അല്ല, മീശ വടിച്ചിട്ട് താടി മാത്രം താഴ്ത്തിക്കൊണ്ട് നടക്കുന്നു. എന്തു നബിയുടെ വേഷം? കുറെ എണ്ണം കന്തൂറയിട്ട് പർദ്ദയുമക്കനിട്ടുകൊണ്ട് നടക്കുന്നു. എന്തുവാണ് ഈ നബിയുടെ ശരിക്കുള്ള വേഷം? അറിയാത്തോണ്ട് ചോദിച്ചതാ. അപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പരിചയപ്പെടാത്ത ഒരു വേഷമാണ് പെണ്ണുങ്ങൾ ധരിക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പർദ്ദ എവിടുന്ന് വന്നതാണ്? പ്രവാചകന്റെ കാലഘട്ടത്തിൽ പർദ്ദ ഉണ്ടായിരുന്നോ? ഈ മുഖം മറയ്ക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നോ? അപ്പി ഇടാൻ പോകുമ്പോൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുപ്പായം, കുപ്പായം ഇതാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ വേറെ എന്തോ ഉണ്ടായിരുന്നത്? ഖുർആൻ തന്നെ പറഞ്ഞത്, നിങ്ങളെ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഗോത്രങ്ങളും സമുദായങ്ങളുമാക്കി, നിങ്ങൾ പരസ്പരം തിരിച്ചറിയണം. അതുകൊണ്ടാണ് നബിയോട് എന്താണ് എൻ്റെ ഔറത്ത് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഹാക്കഥ, അത് കണ്ട് ചൂണ്ടിയത് കയ്യിലേക്ക്, ഹാക്കഥ, മുൻകൈയും മുഖവും ഒഴികെയുള്ളതൊക്കെ നിങ്ങൾ മറച്ചോളാൻ, അത്രയേ ഉള്ളൂ സ്ത്രീയുടെ ഔറത്ത് എന്നാ പറഞ്ഞേ. എന്നിട്ട് ഉസ്താദിന് ഇപ്പോൾ പെണ്ണുങ്ങൾ പാൻറ് ഇട്ട് ജീൻസ് ഇട്ട് ഷർട്ട് ഇട്ട് ഇറങ്ങണതൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അവരുടെ എന്താണ് മൂടുപടങ്ങൾ ഇങ്ങനെ മാറിലൂടെ താഴ്ന്നു കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ മഫ്ത അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കണം. ആ മക്കനെ താഴേക്ക് മാറിലൂടെ തൂങ്ങിക്കിടക്കണം. അല്ലേ? അങ്ങനെ കിടക്കുന്നുണ്ടാവും, പക്ഷെ താഴ്ത്ത് പാൻറ്റും ട്രൗസർ, പാൻറ്റും ഷർട്ടും കൊണ്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി, പല സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെ യൂണിഫോം അതാണ്. മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ അതാണ് യൂണിഫോം. എന്തൊരു ഗൗരവമുള്ള വിഷയമാണ്. എന്നാ പിന്നെ ആ സ്ഥാപനത്തിൽ നിങ്ങൾ കുട്ടികളെ വിടാറുന്നോ പോരെ? അല്ല, എന്നാ പിന്നെ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന രൂപത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ കാക്ക, അവിടെ പോട്ടെ എന്ന് വിചാരിക്കണമെന്നേ. നിങ്ങൾ മതത്തിൽ പൂർണ്ണമായി പ്രവേശിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആൻ പാകിസ്ഥാനിലേക്കുള്ള വഴി ഞങ്ങൾ പറഞ്ഞു തരുന്നു. അല്ലെങ്കിൽ സിറിയ, അഫ്ഗാനിസ്ഥാൻ പോയിക്കോ, ഇതൊക്കെ മതത്തിൽ പൂർണ്ണമായിട്ടും അവർ തന്നെ കൊണ്ടുവന്ന് നിർത്തിക്കോളും. അഫ്ഗാനാണ് നല്ലത് കേട്ടോ, വീട്ടിലെ ജനൽ വരെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മതത്തിനകത്ത് തന്നെ നിൽക്കാം. നിർന്നിട്ടില്ലെങ്കിൽ അവർ നിർത്തിക്കോളും. പറഞ്ഞ കാര്യമാണ്. മുസ്ലിം സ്ത്രീ എങ്ങനെയാണ് പുറത്തിറങ്ങേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. സൂറത്തിന്റെ പേരെന്താ നിങ്ങള്? പ്രകാശം എന്നാണ്, നൂറിനാണ്. സൂറത്തു നൂറിലാ പഠിപ്പിച്ചത്. അല്ലേ? ആണുങ്ങളോട് പറഞ്ഞില്ലേ, എന്ത്? നിങ്ങൾ ദൃഷ്ടികളെ താഴ്ത്തണം. എന്താണ്? കുല്ലിൽ മുഅ്മിനീന. പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ തന്നെ പുരുഷന്മാരെ വെകിളി പിടിക്കുമെന്നുള്ള കാര്യം പടച്ചോനറിയാം. അല്ലെങ്കിൽ ബസ്സിനകത്തിരുന്ന് വരെ സവാതടി അടിക്കുവന്മാര്. ട്രെയിനിലായിരുന്നാലും ഫ്ലൈറ്റിലായിരുന്നാലും ഒക്കെ ഇവന്മാരത് ചെയ്യും. മുമ്പ് പാകിസ്ഥാനിലെ ഒരു യുവാവ് ഇവിടെ പോവുകയാണ്, ലണ്ടനിൽ പഠിക്കാൻ. അപ്പോൾ ഒരു 14-കാരിയെ കണ്ടപ്പോൾ കയറി പിടിച്ചു, ഒച്ച വെച്ചു. തന്നെ പോലീസുകാരത്ത് എന്താടാ നീ ചെയ്തതെന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നിയമാനുസൃതമാണ്, ഈ നാട്ടിലെ അനധികൃതമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരുടെ ലിംഗം ഛേദിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ നിയമമുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ വൈകിയെങ്കിൽ നീ ആ കൊച്ചിനെ എന്തൊക്കെ ചെയ്യുമായിരുന്നടാ. അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ പറ്റും, ഇത് നിങ്ങളുടെ നാടല്ലല്ലോ. ഉടനെ തന്നെ അവൻ പൊത്തിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത്. അതുകൊണ്ട് അറിഞ്ഞ് കളിക്കട എന്ന വാക്ക് നമുക്കിവിടെയും കടമെടുക്കേണ്ടി വരും.